നടി വരില്ലെന്ന് ഏകദേശം ഉറപ്പായി. അപ്പോൾ ഈ പ്രശ്നക്കാർക്കിടയിൽ മർമ്മരം കൂടുകയാണ്. ഇതിനിടയിൽ എൻ്റെ നാടകത്തിലെ ഈ സാങ്കേതിക വിദഗ്ധർ ചിലർ കള്ളിമുണ്ടും തലയിലൊരു തോർത്ത് കെട്ടൊക്കെ ആയിട്ട് ഈ പ്രശ്നക്കാർക്കിടയിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ അറിയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ചിലർ പ്ലാൻ ചെയ്യുകയാണ്. ഒരു കാര്യം ചെയ്യട്ടെ, സംവിധായകൻ സ്റ്റേജിൽ വന്ന് മാപ്പ് പറയട്ടെ. പരസ്യമായി മാപ്പ് പറയുമ്പോൾ അപ്പോൾ അവർ പ്ലാൻ ചെയ്യാണ്, നമുക്ക് ചെരുപ്പ് കൊണ്ട് ഒരു ഏറ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ എത്തിയ കാര്യങ്ങൾ. അപ്പോൾ ഈ വിവരം എൻ്റെ അസിസ്റ്റൻസ് വന്ന് പറഞ്ഞു, ചേട്ടാ എങ്ങനെ ചതി വരുന്നുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ എനിക്ക് ആകെ ആശ്രയം അന്ന് സുരേന്ദ്രൻ മാത്രമാണ്. ഈ നാടകം ബുക്ക് ചെയ്ത സുരേന്ദ്രൻ വളരെ പക്വതയിൽ കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം സുരേന്ദ്രനൊക്കെ ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പറ്റിയ തെറ്റ്, കർട്ടൻ തുറന്ന് മാപ്പ് പറയാൻ പറ്റില്ല, കർട്ടൻ ഇട്ടിട്ട് മാപ്പ് പറയാൻ ആണ് തീരുമാനം എന്ന് മാത്രമല്ല, കരാർ എന്തെന്ന് വെച്ചാൽ നാടകം ഇന്ന് കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കൊടുക്കണം. മാത്രമല്ല അവർ പറയുന്ന ഒരു തീയതിക്ക് സൗജന്യമായിട്ട് ഈ നാടകം കളിച്ചു കൊടുക്കണം എന്നൊക്കെ എല്ലാം സമ്മതിച്ചു. കാരണം നമുക്കിനി പിന്നെ അവിടെ നിന്ന് തടി കിട്ടിപ്പോരുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അങ്ങനെ ഈ സ്റ്റേജിൽ കയറി കട്ടലിട്ടിട്ട് തന്നെ ഞാൻ എൻ്റേതായ ഒരു നാടകം, ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് പ്രേംനസീറിൻ്റെ ശബ്ദമൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്ത്രീകളൊക്കെ വലിയ സന്തോഷം, കോമഡിയൊക്കെ കണ്ടു, വലിയ ഞങ്ങളോടൊരു അനുകമ്പ സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ കൈപിടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടു, ഉള്ളിലൂടെ കണ്ടു, സൈഡിലൂടെ. അപ്പോൾ ഞാൻ വളരെ നാടകീയമായി മാപ്പ് പറഞ്ഞു, ഇങ്ങനെ തെറ്റുപറ്റി, നടി വന്നില്ല, അവരമ്മ സുഖലാത ഹോസ്പിറ്റലാണ്, ഇതൊക്കെ പറയുമ്പോൾ നേരത്തെ മിമിക്രിയിൽ കാണിച്ച പ്രേംനസീറിൻ്റെ പരപരാ ശബ്ദം കയറി വരുന്നുണ്ട്. കാരണം മനസ്സ് പതറിയിട്ട് തന്നെയാവാം. അങ്ങനെ എന്തായാലും ആ പ്രശ്നം അങ്ങനെ സമാധാനമായി. എല്ലാവരും ശരി, അങ്ങനെ പിന്നെ ഒരു ദിവസം കളിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് പുറത്തേക്ക് വന്ന് പൈസ അഡ്വാൻസ് വാങ്ങിയ പൈസയൊക്കെ തിരിച്ച് കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിക്കൊടുത്ത് പോരാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് വീണ്ടും ഒരു വെള്ളിടി വെട്ടിയതുപോലെ ഒരു ജീപ്പിൻ്റെ 2 ലൈറ്റ് ഞാൻ കാണുന്നത്. ഞാൻ അയച്ച ജീപ്പ്, ഞാൻ ഈ നാടിയെ പൊക്കിക്കൊണ്ട് വരാൻ അയച്ച ജീപ്പിൻ്റെ ലൈറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടേക്ക് വേറെ ആ സമയത്ത് വേറെ വണ്ടിയൊന്നും വരാനില്ല. ഒരു 4:30 മണി കഴിഞ്ഞിരിക്കുന്നു. ദൂരെ നിന്നൊരു 2 ലൈറ്റുകൾ വരും. എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീപ്പാണെന്ന് മാത്രമല്ല, ഈ നടി ജീപ്പിലുണ്ടെങ്കിൽ നടിയുടെ കൂടെ സ്വാഭാവികമായിട്ട് വരുന്ന ആരാണ്? നടിയുടെ അമ്മയാണ്. അതാണ് പതിവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ വന്നത് ആരെങ്കിലും ഈ കമ്മിറ്റിക്കാർ നിങ്ങൾ ആരാ വെച്ചാൽ ഞാൻ ഇവളുടെ അമ്മയെന്ന് പറഞ്ഞാൽ അവർ ആശുപത്രിയിൽ കിടന്നിട്ടിട്ട് ഞാൻ പറഞ്ഞു തോന്നേ, പിന്നെ അവിടെ കൂട്ടാടിയും ഞങ്ങൾക്ക് ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ജനങ്ങളാക്കി തരുന്ന ഉറപ്പാണ്. ഒരു സെക്കൻഡിൻ്റെ ഉൾവിളി കൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള പങ്കപ്പാടിൻ്റെ ഭാഗമായിട്ട് ആ ജീപ്പ് ലക്ഷ്യമാക്കി ആ വഴിയൊക്കെ വളരെ മോശമാണെന്ന്, കല്ലും മുട്ടിയൊക്കെ അതൊന്നും നോക്കാതെ ജീവൻ പണയം വെച്ചുകൊണ്ടൊരു ഓട്ടം ജീപ്പിനടുത്തേക്ക് ഞാൻ ജീപ്പ് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തണം. അപ്പം ഞാൻ ഓടുന്നത് കണ്ടപ്പോൾ കമ്മിറ്റിയിൽ ചിലർക്ക് എന്താ ഇയാളിങ്ങനെ ഓടിപ്പോകുന്നു നോക്കിയാൽ ദൂരെ നിന്ന് ലൈറ്റും വരും. അപ്പോൾ ഇവരെൻ്റെ പുറകെയുണ്ട്. എന്തിനാണ് ഞാൻ ജീപ്പിൻ്റെ അടുത്തേക്ക് ഓടുന്നത്? അല്ലെങ്കിൽ ജീപ്പിൽ എന്നെ കണ്ട് കുറച്ച് അടുത്ത ജീപ്പ് പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട് തന്നെ നിർത്തിയ ജീപ്പിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടപ്പോൾ നടി ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു പറച്ചിലാണ്. ഞാൻ പറഞ്ഞു, നടിയുടെ അമ്മ കുന്നംകുളം ആശുപത്രിയിൽ ICUയിൽ സീരിയസ് ആയി കിടക്കുകയാണ്, കൂടെയുള്ളത് വല്യമ്മയാണ്. നടി അവിടെ ആശുപത്രിയിലായതുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേക്കണം, വേറെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ തല പുറത്തേക്ക് ഇട്ടപ്പോൾ കമ്മിറ്റിക്കാരോട് എന്ത് പറ്റി നടി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു അമ്മ ആശുപത്രിയിലാണ്, പെട്ടെന്ന് ഇങ്ങനെ ICUയിലായി, ഞാൻ വിജയേട്ടനോട് പറഞ്ഞിട്ടാണ് പോയത്, പക്ഷേ കഷായത്തിന് വരാൻ പറ്റി. കഷായത്തിനേക്കാളും വലിയ നടിയേക്കാളും വലിയ നടി അന്ന് ആയത് അവരുടെ അമ്മയാണ്. സ്വന്തം അമ്മ പറയുകയാണ്, സ്വന്തം അമ്മ ആശുപത്രിയിലാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ അമ്മ ഈ ആളുകളോട് പറയാണ്, എൻ്റെ അനിയത്തിയാണ് ഇവളുടെ അമ്മ, ഞാനിവളുടെ വല്യമ്മയാണ്. ഇത് അമ്മ പറയാണ്, ഞാനിവളുടെ വല്യമ്മയാണ്, എൻ്റെ അനിയത്തി ഇപ്പോൾ കുന്നംകുളം ആശുപത്രിയിൽ. അത് ഞാൻ പഠിപ്പിച്ച പാടെ സെക്കൻഡ് കൊണ്ട് അവർക്ക് മനസ്സിലായി എന്തോ അപകടകരമായ അവസ്ഥയിലാണ് ഞാൻ വന്ന് കിതച്ചിട്ടാണ് പറയുന്നത്. അന്ന് ഞാൻ ഓടിയ ജീപ്പിനടുത്തെത്തി ഓട്ടമൊക്കെ PT ഉഷയെ തോൽപ്പിക്കുന്ന ഓട്ടമായിരുന്നു എന്നുള്ളത് എനിക്കെല്ലാം അറിയുള്ളൂ. ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമല്ലേ. അപ്പോൾ എന്തായാലും നടിയുടെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം വീണ്ടും തത്വം സത്യമാണ് ഞാൻ പറഞ്ഞത്. ആ കഥ, ആ ഒരു ഓട്ടവും ആ ജീപ്പിനടുത്ത് എത്താനും കഴിഞ്ഞില്ല. ആ കഥ ഫ്ലാഷ് ആയിരുന്നെങ്കിൽ എൻ്റെ കാര്യമൊന്ന് പോക്കായിരുന്നു. എന്തായാലും അതോടുകൂടി നാടകത്തോട് വിട പറയാനുള്ളൊരു മാനസികാവസ്ഥ ഞാനെത്തി. സഹപ്രവർത്തകരോട് പറഞ്ഞു തന്നെ പിന്നെ ബുക്ക് ചെയ്യപ്പെട്ടിട്ട ബാക്കി നാടകങ്ങളൊക്കെ കളിച്ച് ഞാൻ പരിപൂർണമായി ഇനി നാടകം, ഇതൊരു അനുഭവമായി. ദൈവം എന്നെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിച്ചത്, എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു പ്രതിഷേധം തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള. അങ്ങനെ ആ നാടകരംഗത്തോട് ഇവിടെ പറയുന്ന ഒരു സഹപ്രവർത്തകരോട് പറഞ്ഞ് ഞാൻ നാടകം എഴുതില്ല, കളിക്കില്ല, അതിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞു മാറ്റുകയും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വീണ്ടും മുഴുകാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് എൻ്റെ നാടകത്തിൻ്റെ അന്ത്യം ഇവിടെ ഉണ്ടായത്. ഇനി അടുത്ത് നമുക്ക് സിനിമയിലേക്ക് കടക്കാനുണ്ട്. ആ കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.